ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ബിഗ് ബോസിലെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ആദില ഔട്ടായി എന്നുള്ളതാണ് മെയിനായിട്ടുള്ള വിശേഷം. ആദിലേൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ മറുപടിയാണ് ആദില ഇന്ന് ഔട്ടായത്. ഇനി ആദില പറയാണ്, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഞാൻ നോറയും കൊണ്ടേ പോകുമെന്ന് പറഞ്ഞാൽ നാളത്തെ എപ്പിസോഡിൽ ഇപ്പോഴത്തെ ഷൂട്ടിൽ നൂറയെയും ലാലേട്ടൻ പോയിക്കോളാൻ പറയും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. പിന്നെ അനുമോള് ഇന്നലെ മുഴുവനും ആരോടും മിണ്ടാതിരിക്കുകയായിരുന്നു, പാവം ഒരു കുഞ്ഞായിട്ട്. അനുമോളെ എല്ലാവരും കൂടി ഇങ്ങനെ പൊരിച്ചോണ്ടിരിക്കുകയാണ്. നെവിനെ വായിൽ വരുന്നത് എന്ത് വേണമെങ്കിലും പറയുന്നുള്ള രീതിക്കായിട്ടുണ്ട്. ബിഗ് ബോസ് ഇതെല്ലാം കാണുന്നുണ്ട്. ഈ ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ഇത് പറയാത്തത്? കൺഫെക്ഷൻ റൂമിൽ വിളിച്ചിട്ട് നെവിനോട് പറഞ്ഞൂടെ, നെവിൻ ഈ രീതിയിൽ സംസാരിക്കരുത്, പെരുമാറരുതെന്ന്. അവൻ ഗേ ആയാലെന്താ, ഗോ ആയാലെന്താ? അവിടെ അവനെന്തും പറയാന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ലല്ലോ. കഴിഞ്ഞ ആഴ്ച തന്നെ ലാലേട്ടൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇതിൽ നിന്നിങ്ങനെ എന്താ ആടി കളിക്കുന്ന, ഡാൻസ് കളിക്കുകയാണോ? അവനൊരു തോന്നലുണ്ട് അവൻ നല്ലൊരു ഗെയിമറാണെന്നും ഇതുവരെ പുറത്തായില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഫൈനലിലെത്തും എന്ന്. ഫൈനലിലെത്തും, കാണാനെങ്കിലുള്ള ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അനീഷാണെന്നിട്ട് അനു കിടക്കണ കട്ടിലിൻ്റെ അടുത്ത് പോയി അടുത്ത കട്ടിലിരുന്നിട്ട് അനുവിനോട് ചോദിക്കുന്നുണ്ട്, അനീഷ് എന്താ പറ്റിയത്, എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ, നീ ഇങ്ങനെ എപ്പോഴും സംസാരിച്ച് ഓടിക്കളിച്ചോണ്ടിരുന്ന നീ ഇന്നെന്താ സംസാരിക്കാത്തത്, നിനക്കെന്താ പറ്റിയേ എന്ന് പറഞ്ഞേ, എന്നോട് എന്ന് പറയുന്നുണ്ട്. അനീഷ് സമാധാനിപ്പിക്കാൻ ചെന്നതാണ്. എന്താണെന്ന് പറഞ്ഞോ ഇല്ലേ എന്നറിയില്ല. അനു പറയണത് ഞാൻ ആരോടും സംസാരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണെന്ന്. കാരണം നമ്മൾ നല്ലത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലരും എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുമ്പം അത് നമുക്കെതിരായിട്ട് തിരിയുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായപ്പോഴാണ് അവൾ ഇന്നലെ അങ്ങനെ ഒരു മൗനത്തിലിരുന്നത്. ഇന്നിപ്പോൾ എന്തായാലും ഷൂട്ട് കഴിഞ്ഞു, ആദില പുറത്തായിട്ടുണ്ട്, യാതൊരു സംശയവും വേണ്ട. ഞാൻ ആ നെവിനെ ഒന്ന് പുറത്താക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നെവിനൊക്കെ എന്ത് കളിക്കുന്നു, ആദിലയും കണക്കാ നെവിനും കണക്കാ. ആദില, നെവിൻ, അക്ബർ, ലക്ഷ്മി ഇവരെല്ലാം പോവണം, വീട്ടിൽ പോകണം. നിങ്ങൾക്ക് അവർ പോയിട്ട് എന്താ കിട്ടാന്ന് ചോദിക്കും. എനിക്കൊന്നും കിട്ടണ്ട. കാര്യം എന്താ അറിയോ, നമുക്കൊന്നും കിട്ടാനല്ല. ബിഗ് ബോസിലെ നല്ല കളിക്കാരെ വെച്ച് ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മളൊക്കെ നല്ല പ്രേക്ഷകരായിട്ടിരിക്കും, അത്രയേ ഉള്ളൂ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. അക്ബർ പോകണം, ലക്ഷ്മി പോകണം എന്നുള്ളത് മൊത്തത്തിൽ ബിഗ് ബോസ് കാണുന്ന എല്ലാവരുടെയും അഭിപ്രായമാണ്, ഞാൻ മാത്രമായിട്ട് പറയുന്നതല്ല. എല്ലാവരും പറയുന്നു, എല്ലാവർക്കും വെറുത്തു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ വെറുപ്പിക്കൽ കാണാൻ പറ്റുന്നില്ല. അവരുടെ ഒച്ചയും ബഹളും അനാവശ്യ കൂട്ടുകെട്ടുകളുമായിട്ടുള്ള വർത്തമാനങ്ങൾ, വായിൽ വരുന്ന അസഭ്യങ്ങൾ പറയൽ, ഇതൊന്നും നല്ല പരിപാടിയല്ലല്ലോ. ഷാനവാസ് കുറേ അനീഷിൻ്റെ ഭാഗം നിൽക്കും, കുറേ ആദില നൂറിൻ്റെ ഭാഗം നിന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അനീഷ്. ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് വീഡിയോ ചെയ്തിട്ടില്ല, ഫോൺ ഹാങ്ങായി, അതായിരുന്നു. പിന്നെ ഷാനവാസ് ഇപ്പോൾ അനീഷിൻ്റെ അടുത്തേക്ക് കൂട്ടുകൂടുന്നുണ്ട്. ഈ ഷാനവാസ് രണ്ട് തോണിയിലും കാല് വെക്കുന്നുണ്ട്. എന്തിനാണ് ഷാനവാസെ, നീ സ്വന്തമായിട്ട് നിന്ന് കളിക്ക്, എന്നിട്ട് നിനക്ക് വിജയം കിട്ടുന്നെങ്കിൽ നിനക്ക് കിട്ടട്ടെ. എന്തായാലും ടോപ്പ് 5 വരാനുള്ളത് അനീഷ്, അനുമോൾ, ആര്യൻ, ഷാനവാസ് ഒരു പക്ഷേ വരും. പിന്നെ ഉള്ളതിൽ ഒരാൾ സാബുമാനായിരിക്കും, ബാക്കി എല്ലാവരും വീട്ടിൽ പോകും. പിന്നെ എല്ലാവരെയും ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഓഡിയൻസിൻ്റെ കൂടെ ഇരിക്കുന്നത് കാണാം, അതിനാണ് സാധ്യത. എന്തായാലും കുഴപ്പമില്ല, നമ്മളെ സംബന്ധിച്ച് എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു, ആദില വീട്ടിൽ പോകാൻ റെഡിയായി, പെട്ടിയൊക്കെ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാളെ കഴിഞ്ഞ് ആദില പോകും. ഇന്നിപ്പോൾ അവിടെ അവർക്ക് താമസിക്കാനുള്ള വേറൊരു ഇടത്ത് അവരെ താമസിപ്പിക്കും. നാളെ തന്നെ നെവിനും കൂടി നാളത്തെ എപ്പിസോഡിൽ പോകണേന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെവിൻ പോയേ പറ്റൂ.
എന്തെല്ലാം ഭാഷകളാണ് അവൻ ഉപയോഗിക്കുന്നത്. അവനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരും അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ വളരെ കുറവായതുകൊണ്ടും ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷീണം കൊണ്ടും ഒക്കെ എല്ലാവരും വെയിറ്റ് കുറഞ്ഞു വരുമ്പോൾ നെവിൻ വെയിറ്റ് കൂടിക്കൊണ്ടുവന്നു. നെവിൻ മാത്രമാണ് വെയിറ്റ് കൂടിയത്. ബാക്കി എല്ലാവരും 4-5 കിലോ താഴോട്ടാവും. അക്ബറൊക്കെ പകുതിയായ പോലെ ഉണ്ട്. അക്ബറൊക്കെ ഒരു 10 കിലോ എങ്കിലും കുറഞ്ഞിട്ടുണ്ടാകും. ലക്ഷ്മിക്ക് വലിയ മാറ്റമൊന്നും കാണുന്നില്ല. ലക്ഷ്മി പിന്നെ 2ാമത്തെ ഇതിൽ വന്നതാണല്ലോ, അതുകൊണ്ട് വലിയ ഇത് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ പോട്ടെ അല്ലേ. നല്ല കാറ്റും മഴയും ഇടിമിന്നലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നലെയും വീഡിയോ ഇട്ടില്ല, ഇന്നും വീഡിയോ ഇടാതിരുന്നാൽ വരും. എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതല്ലേ.